ഒക്ര ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്, അഥവാ വെണ്ടക്ക ഫ്രൈ. അതിന് വേണ്ടി കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും കളഞ്ഞിട്ട് 4 മുറിച്ച് വെക്കണം. നമുക്ക് 4 മുറിക്കുന്നുണ്ട് ഞാൻ. വെണ്ടക്കായ ഫ്രൈ ഉണ്ടാക്കാനുള്ള വെണ്ടക്കായ ഞാൻ 4 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, എരിവിന് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാവ് റെഡിയാക്കാൻ നോക്കാം. ഈ മാവ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുത്തത്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് എല്ലായിടത്തേക്കും, അതായത് വെണ്ടക്കായുടെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിക്കുന്നുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ നമ്മൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ, വേണ്ടി ഒഴിക്കുക. അങ്ങനെ നമ്മൾ മാവൊക്കെ തേച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച വെണ്ടക്ക ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു വേപ്പിലയുടെ മണമൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ ഭാഗം മൊരിച്ചെടുക്കാം. വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഒക്ര ഫ്രൈ അഥവാ നമ്മളെ വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക.